ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മേൽ കുരുക്ക് മുറുകുന്നു. വാർത്തകൾ സത്യവിരുദ്ധവും വേദനാജനകവുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും സത്യം പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. നന്ദഗോവിന്ദം ഭജൻ സംഘത്തിന്റെ പേര് തുടക്കത്തിൽ വലിച്ചിഴച്ചെങ്കിലും സംഗീതജ്ഞനായ ഇഷാൻ ദേവിനും സംഘത്തിനുമാണ് താമസം, ഭക്ഷണം എന്നിവയ്ക്കും പുറമെ 8 ലക്ഷം രൂപ നൽകിയതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒടുവിൽ കുറ്റസമ്മതം നടത്തി. അവാസ്തവമായ പ്രചരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതെന്നും ദേവസ്വം ബോർഡ് പറയുന്നു. ഈവന്റ് മാനേജ്മെന്റ് ഏജൻസി ദേവസ്വം ബോർഡിന്റെ ചാർട്ടേഡ് അക്കൗണ്ടിന് സമർപ്പിച്ച സ്റ്റേറ്റ്മെന്റിൽ അശ്രദ്ധമായി ഉണ്ടായ പിശകാണ് നന്ദഗോവിന്ദം ഭജൻസ് പരിപാടി അവതരിപ്പിച്ചു എന്ന രീതിയിൽ പ്രചരിച്ച വാർത്തകൾക്ക് പിന്നിൽ എന്നായിരുന്നു ദേവസ്വം ബോർഡ് വാർത്തകൾക്ക് നൽകിയ വിശദീകരണം. നന്ദഗോവിന്ദം ഭജൻസ് മറ്റു പരിപാടികൾ ഉണ്ടായതിനാൽ അയ്യപ്പ സംഗമത്തിൽ ഭജൻസ് അവതരിപ്പിക്കാതെ അന്നേ ദിവസം വിട്ടുനിൽക്കുകയായിരുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ ദേവസ്വം ഓഡിറ്റ് റിപ്പോർട്ടിലും സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും ഭംഗിയായി തന്നെ ഒളിച്ചുപിടിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനായി എന്നതാണ് ഏറെ കേരളം ചർച്ച ചെയ്യാതെ പോകുന്നതും. മാത്രമല്ല, അഡ്വാൻസായി നൽകിയ 3 കോടി രൂപ ദേവസ്വം ബോർഡിന് തിരിച്ചു നൽകപ്പെട്ടു എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ തുറന്നു പറച്ചിൽ എത്രമാത്രം സത്യമുണ്ടെന്നും ഇനിയും ജനങ്ങൾക്ക് അറിയാനായിട്ടില്ല. പുതിയ ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്തൊക്കെ കള്ളങ്ങൾ ഒളിച്ചു വെക്കും എന്നുള്ളതും അതിനു പിന്നാലെ ഉതിർക്കപ്പെടുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും.